എല്ലാവരും മൗനരാഗം എല്ലാം പൊളിഞ്ഞടങ്ങുകയാണ്. നമ്മുടെ മനോഹറിന്റെ ആ ഒരു പൊളിമുഖമൊക്കെ പൊളിഞ്ഞ് വീഴുകയാണ് നമ്മുടെ ഷാരിക്ക് മുന്നിൽ. അതേ പ്രേക്ഷകർ, നമ്മുടെ ഷാരി വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ, വണ്ടിയിലൂടെ ഇങ്ങനെ കാറിലൂടെ പോകുമ്പോൾ നമ്മുടെ മനോഹർ പുതിയ ഒരു സെറ്റപ്പിനെ വളച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്ന നെറ്റിയിൽ ചുംബിക്കുന്ന രംഗങ്ങളും തന്നെയാണ് നമ്മുടെ ഷാരി കാണുന്നത്. അപ്പൊ ഷാരിക്ക് മനസ്സിലായി തൻ്റെ ഉള്ളിലെ സംശയങ്ങളൊക്കെ ശരിയായിരുന്നു. മനു യഥാർത്ഥത്തിൽ ഒരു ചതിയനാണ്. മനുവിന്റെ ആ ഒരു എന്താ പറയുക കപടമുഖം എന്താ പറയാ നമ്മുടെ ഷാരിക്ക് മുന്നിൽ ഇങ്ങനെ മറ നീക്കി വന്നിരിക്കുകയാട്ടോ. അപ്പൊ എന്തായാലും അതൊരു അടിപൊളി രംഗം തന്നെയായിരിക്കും. നമ്മുടെ ഷാരി ഇത് സരയുവിൻ്റെ അടുത്ത് പറയുമ്പോൾ എന്തായിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ പ്രതികരിക്കാൻ പോകുന്നതെന്നൊക്കെ കണ്ടു തന്നെ അറിയണം കേട്ടോ. മിക്കവാറും അമ്മ മോളുടെ അടുത്ത് പറയുമ്പോൾ മോള് വിശ്വസിക്കില്ല. അങ്ങനെ അമ്മയും മോളും തമ്മിൽ ചിലപ്പോൾ അകലാനും സാധ്യതയുണ്ട്. നമ്മുടെ മനു അല്ലേ ആള് പല നുണകളും പറഞ്ഞ് നമ്മുടെ സരയുവിനെ ഇങ്ങനെ വശത്താക്കി വെച്ചിരിക്കുകയല്ലേ. അപ്പൊ അതിനും സാധ്യതയുണ്ട് കേട്ടോ. എന്തായാലും അതിനുശേഷം നമ്മുടെ പ്രകാശൻ ഒരു കടുത്ത തീരുമാനത്തിലെത്തുകയാണ്. കുറച്ച് ഗുണ്ടകളൊക്കെ കണ്ട് നമ്മുടെ വിക്രമായിട്ട് ഒരു വൻ ചർച്ചയാണ്. എന്താ ചർച്ച? ആ ലക്ഷ്മിനി ജീവിച്ചിരിക്കരുത്, അടുത്ത കോടതി കൂടുന്നതിന് മുമ്പ് അവൾ മരിച്ചിരിക്കണം, അവൾ എനിക്കൊരു ഭാരമായി ഒരു ബാധ്യതയായി വരാൻ പാടില്ല എന്നൊക്കെ ഇവർ തീരുമാനിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ. അപ്പോൾ നമ്മുടെ കാർത്തികയുടെയും അമ്മയുടെയും ആ ഒരു കളി കാര്യമാകുമോ? ഇതൊരു ജീവൻ പോകുന്നൊരു രംഗത്തിലേക്കൊക്കെ ആട്ടോ വരാൻ പോകുന്നത് കാര്യങ്ങൾ. അപ്പം എന്തായാലും നമുക്ക് നോക്കി കാണാം. പ്രകാശൻ്റെ ആ ഒരു വലയിൽ നമ്മുടെ ലക്ഷ്മിയുടെ ജീവൻ പൊലിഞ്ഞു പോകുമോ? ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ സരയു ഷാരി നമ്മുടെ മനുവിനെ എങ്ങനെ അടിച്ച് പുറത്താക്കും അല്ലേ? അത് തന്നെയാണ് നമുക്ക് കുറെ നാളായിട്ട് കാത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി കാണാം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.